നാട്ടിലെ കൾച്ചർ എന്താണെന്നോ അവരെന്താകുമല്ലോ അറിയില്ല. ഇവിടെ നാട്ടിൽ നടക്കുന്ന പോലൊന്നും വീടുകളെടുക്കുന്ന ആഘോഷങ്ങളൊന്നും പോലെ അറിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പൊ എന്ന പോലെ സാക്ഷാൽ മക്കക്കാരോ മദീനക്കാരോ പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. എഡിങ്ങിൽ കൊടുത്തവർ ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ വാരം തഖ്വ ജുമാ മസ്ജിദിൽ ഇന്ന് ജുമാ നമസ്കാരത്തിനുണ്ടായിരുന്നു. ഈ വിനീതനും അൽഹംദുലില്ലാഹ് ഖായം ഖലീൽ ബുഖാരി തങ്ങൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ 7 മണിക്ക് ഈജിപ്തിന്റെ ഔഖാഫ് മിനിസ്റ്റർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിത മഹാനായ ഉസാമ സുഹൈയുടെ നേതൃത്വത്തിൽ മൗലിദിനെ കുറിച്ച് സഹീഹുൽ ബുഖാരി കിതാബുൽ അസ്വദ് ക്ലാസ് ഉണ്ടായി. ജുമാ നമസ്കാരത്തിന് ശേഷം ചെറിയൊരു പ്രഭാഷണം നടത്തുകയാണ് അദ്ദേഹം. ഏകദേശം അവിടുത്തെ 2 മണിക്കൂർ വ്യത്യാസമാണ്. അതായത് 7 മണിക്ക് അവിടുത്തെ 9:30 മണിക്ക് തുടങ്ങിയിട്ട് 11:30 വരെ ലോക പ്രശസ്തരായ ധാരാളം ആളുകൾ മൗലിദുകളുടെ പുണ്യങ്ങളും മഹത്വങ്ങളുമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമുക്കിതൊക്കെ ലോകൊട്ടാകെ എന്നിട്ട് ആദ്യം വേറെ വാക്ക് കൂടി പറഞ്ഞു. ഞാൻ ഈദുൽ ഫത്ഹുൽ മഹ്ബൂബ്, ഈദുൽ നബി ശരീഅത്ത്, അയ്യോ കാലം ലോകത്ത് 196 രാജ്യങ്ങളുണ്ടാവും. ഈ 196 രാജ്യങ്ങളും സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാഘോഷം നടക്കാത്ത ഒരൊറ്റ സ്ഥലം ഉണ്ടാവില്ല. അതിന് ഇന്നേ വരെ ലോകത്താരും എതിർത്തിട്ടില്ല. ആ സ്ഥാനത്ത് ഈദുൽ നബി ചെറുക്കും, ഈദുൽ ഫത്ഹുൽ മഹ്ബൂബ് സ്വാതന്ത്ര്യ ആഘോഷം വലിയ പുണ്യവും വലിയ മഹത്വമൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ജുമാ നമസ്കാരം കഴിഞ്ഞത് അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രതീക്ഷിക്കാതെ യാദൃശ്ചികമായി നമ്മുടെ ഈ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. വാരം തഖ്വ ജുമാ മസ്ജിദ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ നാട്ടുകാർക്ക് അൽഹംദുലില്ലാഹ് പുറത്തിന്നൊക്കെ പറഞ്ഞാല് മഹാനാക്കന്മാർ മുഴുവൻ പാതി തുടങ്ങി വലിയ വലിയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ ഉള്ള ആ പരിസര പ്രദേശങ്ങളിലാണ്. അപ്പൊ അതൊക്കെ ഇൻഷാ അല്ലാഹ് 40 ആണ്ട് ഈ പ്രദേശത്തുള്ളവരെ കൂടി അറച്ചിട്ട് അത് വലിയ വിപുലമാകുമ്പോ ഇൻഷാ അല്ലാഹ് അതിലേറെ എല്ലാ വീടുകളും റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ച് നബിദിനത്തോടനുബന്ധിച്ച് പള്ളിയിൽ വന്നതായിരുന്നു. ഇത്തവണയും ഇവിടെ നബിദിനത്തിന് ചോറ്, ആട് ബിരിയാണിയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. ഇപ്പം 2-3 വർഷമായി തുടർച്ചയായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ വർഷവും ആട് തന്നെയാണ് അറക്കുന്നത്. മട്ടൻ ബിരിയാണി. ക്ഷീണം വന്നു പോയാൽ 5-6 മാസം കൊണ്ട് ഉണങ്ങിപ്പോയി. അപ്പൊ നമ്മളൊക്കെ മരട് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന കൾച്ചർ, ആ കൾച്ചർ എന്താണോ അതാണ് നമ്മുടെ കുട്ടികളിലേക്ക് പകരുന്നത്. അപ്പൊ എല്ലാ വീടുകളും എന്നും ആളെ വീട്ടുന്നൊക്കെ പകർ ഉള്ളവര് കൂടിയിട്ട് അത് അവരെന്നെ എന്താ വീട് ഓതുക, എന്നിട്ട് അവരെന്നെ ചെയ്യുക. ഈ സംസ്കാരം നമ്മളൊക്കെ വീടുകളിൽ വേണം. ഞാൻ ഓസ്ട്രേലിയ ചെന്നപ്പോൾ, സിഡ്നി ചെന്നപ്പോൾ ഒരു മൗലിനോട് നമ്മളൊക്കെ പഴയ മൗലിന് നമുക്ക് എന്താണ് നമ്മുടെ പഴയ മൗലിന് നമ്മളൊക്കെ ഒരു ബന്ധവും. അതായത് കേരളത്തിലൊക്കെ പഴയ അവസ്ഥ എന്തായിരുന്നു മനസ്സിലാക്കണമെങ്കിൽ ഓസ്ട്രേലിയ, ഫിജി, ന്യൂസിലാൻഡ്, മലേഷ്യ പോലുള്ള സ്ഥലങ്ങൾ 100, 150, 200 കൊല്ലം മുമ്പ് ഇവിടെ നാട് ബ്രിട്ടീഷ് നാടകത്തിൽ കടത്തപ്പെട്ട നമ്മുടെ പൂർവികരായ മലയാളികൾ, ആ മലയാളികളിലൊക്കെ ആചാരങ്ങൾ കാണുവാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അവര് എല്ലാ ഹൈ ഡോക്ടറേറ്റ് എടുത്തവരാണ്, ഡബിൾ ഡോക്ടറേറ്റ് എടുത്തവരാണ്, ട്രിപ്പിൾ ഡോക്ടറേറ്റ് എടുത്തവരാണ്. അവരൊക്കെ ഹൈ പൊസിഷനിലാണ്. പക്ഷേ ആചാരങ്ങൾ മാറി. അത് അതേപോലെ ഓരൊക്കെ മൗലൂദ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ എല്ലാം വെള്ളം വെച്ചിട്ട് വളരെ ഭക്തിശാസ്ത്രമായ സദസ് മുഴുവൻ ആളുകൾ വെള്ള തുണി, വെള്ള കുപ്പാൻ, വെള്ള തൊപ്പി, അങ്ങനെ അതിൽ മൗലൂദ് ഓതുന്നത് മുഴുവൻ 14-15 വയസ്സായ ആളുകളാണ്.
എന്നോട് ആദ്യം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അതോ നമ്മൾ തീർപ്പ് ഓതും നമ്മൾ ഓതുന്നത് ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, ഇന്ന് ഖലീൽ ബുഖാരി തങ്ങളെ കൂടെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാ. അതും ജുമാ നിസ്കാരത്തിന്. തഖ്വ ജുമാ മസ്ജിദ് പിയവാരം എളയാവൂർ, ഇവിടെയാണ് ഇദ്ദേഹം ഇന്ന് വന്നത്. ഇതാണ് നമ്മുടെ തഖ്വ പള്ളി. കുടിചോറ് കൊടുക്കുന്നത് ഇവിടെയാണ്. മൗലൂദിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാ വർഷവും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ്. അതുപോലെ ഒരു 2-3 വർഷമായി എല്ലാ വർഷവും 2-3 വർഷമായിട്ട് ഒരു കുടിചോറ് കൊടുക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. മാഷാ അല്ലാഹ്, മട്ടൻ ബിരിയാണിയാണ് ഇത്തവണയും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കാളികളായിട്ടുണ്ടാവും. അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മുനീർ അമീർ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.